സർക്കാരിന്റെ ഒരു തീരുമാനത്തിനെതിരെയാണ് ഈ ഹർജി. അത് സർക്കാർ ഉചിതമായ രീതിയിൽ അതിന്റെ മെഷീനറി ഉപയോഗിച്ച് മറുപടി പറയും. ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMGയിൽ ഞാൻ തുടരുന്നു എന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ നിന്ന് ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെന്റ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. അതിനുള്ള മെഷീനറി ഗവൺമെന്റ് ഉണ്ടല്ലോ. എനിക്കതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും പ്രതികരിക്കുന്നത് ശരിയല്ല. പിന്നെ ഗവൺമെന്റിൽ നിന്നല്ല ഞാൻ ശമ്പളം പറ്റുന്നത് എന്നുള്ളത് ശരിയാണ്. അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അവിടെ നിന്നാണ് ശമ്പളം പറ്റുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റ് അത് ഉചിതമായ രീതിയിൽ മറുപടി കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഗവൺമെന്റ് പറഞ്ഞനുസരിച്ച് ഇവിടെ വന്നു എന്നുള്ളതാണ്. റെസ്പോണ്ടന്റ് ഞാനാണോ ഗവൺമെന്റാണോ? ഞാൻ കണ്ടില്ല. ഒന്നും പത്രത്തിൽ കണ്ടാറിയോ, മാധ്യമങ്ങളിൽ കണ്ടാറിയോ? ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും എന്റെ ഒരു പ്രവൃത്തി അല്ലല്ലോ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഒരു തീരുമാനമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റാണ് ഇതിന് ഉചിതമായ രീതിയിൽ മറുപടിയും കൊടുക്കേണ്ടതും അത് ഡിഫെൻഡ് ചെയ്യേണ്ടതും. ഞാനിപ്പോൾ ചീഫ് സെക്രട്ടറി അല്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള രണ്ട് ജോലിയല്ല. പിന്നെ രണ്ടിടത്ത് ശമ്പളം വാങ്ങുന്നില്ല. അത് താൽക്കാലികം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിന്റെ നമ്മുടെ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിലുണ്ടല്ലോ. അവിടെ ഒരാളെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു താമസം. ഞാനത് വിട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റില്ലല്ലോ നമുക്കൊരു ജോലി. അതിനൊരു ക്രമീകരണം വരണ്ടേ? ഒരാൾക്ക് ചാർജ് കൊടുക്കാൻ ഗവൺമെന്റ് പറയണം. ആ ഉത്തരവ് വരുന്ന സമയത്ത് കൊടുത്തിട്ടേക്ക് പോയി. ഉണ്ടുണ്ട്. ഇപ്പൊ ശമ്പളം പറ്റുന്നുണ്ട്. ഇവിടുന്ന് പറ്റുന്നില്ല. ഇവിടുന്നൊന്നും ഞാൻ വാങ്ങുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോ ചീഫ് സെക്രട്ടറി അല്ലല്ലോ ഇത്തരത്തിലുള്ള സർവീസ് കാര്യങ്ങളെപ്പറ്റി ഒരു ആധികാരികമായ അഭിപ്രായം പറയാം. നിങ്ങൾ ദേവസ്വത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും, നമുക്ക് പറയാം. അത് എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളതിനെപ്പറ്റി ഉത്തരം പറയാതിരിക്കുകയല്ലേ നല്ലത്. നമ്മളെ സർക്കാർ ഓരോ ജോലികൾ ഏൽപ്പിക്കുന്നു. നമ്മുടെ കഴിവിനനുസരിച്ച് അത് ചെയ്യുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഞാനതിനെ വൈകാരികമായിട്ടൊന്നും കാണുന്നില്ല. ഞാനൊരു സർക്കാർ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ബോർഡ് പ്രസിഡന്റ് ആവാൻ പറഞ്ഞു. ഞാൻ ബോർഡ് പ്രസിഡന്റായി. അത് നമ്മൾ നിയമം പോലെ ചെയ്യാം. അതിൽ കൂടുതലൊന്നുമില്ല. ഞാൻ ഹർജിയൊന്നും വായിച്ചിട്ടില്ല. ഇതൊന്നും ദേവസ്വം ബോർഡ് ഒരു മാനുവലിന്റെ അടിസ്ഥാനത്തിലും ചില കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ പ്രവർത്തിക്കുന്നത്. നമുക്ക് ചില ഫൈനാൻഷ്യൽ പവേഴ്സ് ഉണ്ട്. കോടതിയുടെ നിരീക്ഷണമുണ്ട്. അപ്പോൾ കോടതി ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ബോർഡ് അതിനുചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ അതിന് നിയമപരമായി ചോദ്യം ചെയ്യുന്നതിന്റെ യുക്തി ഒക്കെ മാത്രമല്ല, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒരു നിരീക്ഷണത്തിലാണല്ലോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മരാമത്ത് പണികൾക്ക് 20 ലക്ഷത്തിന് മേലുള്ളത് കോടതി പോയി അനുവാദം വാങ്ങിക്കണം. അന്നദാനത്തിന്റെ കാര്യത്തിൽ അന്നദാനത്തിൽ ഇന്നിപ്പോൾ നമ്മൾ എടുത്ത ഒരു തീരുമാനം എങ്ങനെ നടപ്പിലാക്കുക എന്നുള്ളതിന്റെ അന്തിമ തീരുമാനം ആണ് ഇന്നത്തെ ബോർഡിലെ ആദ്യത്തെ തീരുമാനം. അത് ബോർഡ് അതിന്റെ തീരുമാനം എടുക്കുന്നു. ഓരോരുത്തർ ആരെങ്കിലും കൊണ്ട് ഇപ്പോൾ കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയുന്നത് ശരിയല്ല. ശമ്പളം വാങ്ങാതെയാണെങ്കിൽ ഞാൻ സമ്പന്നനാണെങ്കിൽ എനിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ശമ്പളം വാങ്ങാതെയും അല്ലെങ്കിൽ അലവൻസ് വാങ്ങാതെയും തുടരാം, ഇല്ലേ? അത് ശമ്പളം വാങ്ങുന്നില്ലെന്നുള്ള ഒരു ജോലിയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നില്ല. ഞാനൊരു അതിസമ്പന്നനാണെങ്കിൽ എനിക്കിപ്പോൾ ഇവിടുത്തെ ശമ്പളമൊന്നും വേണ്ട എന്ന് പറയാം. തടസ്സമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വരട്ടെ, ഏതായാലും നിയമപ്രശ്നമായിരിക്കില്ലേ അത്. അവിടെ വെച്ച് കാണാം നമുക്ക്. ഗവൺമെന്റാണ് ഇതിന് ഉത്തരം പറയുന്നത്, ഞാനല്ല. എല്ലാത്തിനും പിന്നെ കർമ്മസാക്ഷിയായിട്ട് ശബരിമലയിൽ അയ്യപ്പൻ ഇരിക്കുകയല്ലേ. അദ്ദേഹത്തിന് ഹിതകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ അവിടുന്ന് സംരക്ഷണവും ഉണ്ടാവും. ആ ധൈര്യത്തിലല്ലേ ഞാൻ ജീവിക്കുന്നത്.